നല്ല തിക്നെസ് ഉണ്ടല്ലോ ഇപ്പം. നല്ല ആ സൂപ്പിൻ്റെ ഒരു നല്ല കട്ടിയായിട്ടാണ് നമുക്ക് കുടിക്കാനുള്ള ഒരു പരുവത്തിൽ കണ്ട റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു രീതിക്ക് നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു വെജിറ്റബിൾ സൂപ്പാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ചെറുതായിട്ട് കട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, അത് കണക്കിന് ചെറുതായിട്ട് കട്ട് വെച്ച ഇഞ്ചി, ചെറുതായിട്ട് കട്ട് വെച്ച വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് വെച്ചത്, മല്ലിയില, ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്. അത് കണക്ക് തന്നെ നമ്മളുടെ ക്യാബേജ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കട്ട് വെച്ചത്, പിന്നെ ക്യാപ്സിക്കം. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് കുറച്ചൊന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. അപ്പം അത് തിളപ്പിച്ചൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിലോട്ട് പോകാം. സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്കൊന്ന് ആ പാത്രത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കണക്ക് തന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതുപോലെ ആയി കിട്ടും. അപ്പം നമുക്കിനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. അപ്പം ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓക്കെ. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം വെള്ളം നല്ലോണം തിളച്ച് വന്നിടുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കട്ട് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, അത് കണക്കുന്ന സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ, ക്യാബേജ്, ക്യാരറ്റും അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. ഇട്ട സാധനങ്ങളൊക്കെ എല്ലാം നല്ലോണം വെന്ത് വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള നമുക്കുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പം നമ്മളെ എല്ലാ വെജിറ്റബിൾസും വെന്ത് വന്നിട്ട് ഇത് പിഴിഞ്ഞ് വെച്ചിരുന്ന ഒരു നാരങ്ങ നീര് അതിൽ ഒഴിച്ചു കൊടുക്കണം. കുരുമുളക് പൊടിയാണ് 1 ടീസ്പൂൺ അളവിൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇത് കലക്കി നല്ലോണം കട്ടയില്ലാതെ കലക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കലക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തന്നെ നമ്മളെ സൂപ്പിൻ്റെ തിക്നെസ് ഉണ്ട്. ഒഴിച്ച കോൺഫ്ലവറും കൂടെ ഇതായി വരുമ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കട്ടി വെച്ചിരിക്കുന്ന മല്ലിയില അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. എൻ്റെ നമ്മൾ അടിപൊളി വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളി തിക്നെസ്സോട് നല്ല കട്ടിയായിട്ട് നമുക്ക് ഉണ്ടാ. ആ വെള്ളമൊക്കെ നല്ല കൊഴുകൊഴായി വന്നിട്ടുണ്ട് സൂപ്പിൻ്റെ. വെജിറ്റബിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ഒരു സൂപ്പാണ്. കണ്ടില്ലേ?